ഹലോ, തങ്കം സ്ക്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ബിഗോണിയേൻ്റെ ലീഫ് കുത്തിപ്പിടിപ്പിച്ച ചെടികൾ കാണിക്കാനാണ് വന്നത്. അത് എത്രമാത്രം ഓരോരോ ലീഫും പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് കാണാമല്ലോ. ഞാൻ അതിന് മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് ലീഫുകളൊക്കെ കുത്തിപ്പിടിപ്പിക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇത് കാണാം. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലൊരു ലീഫ് കുത്തിയതാണ് കേട്ടോ, ഒരു വേറെ ചട്ടിയിൽ. ഇതാണ് നമ്മൾ കുത്തിപ്പിടിപ്പിച്ച ലീഫുകൾ. കണ്ടോ, ഇത്രയും ചട്ടിയിൽ ഞാൻ 2-3 ഐറ്റംസാണ് എപ്പീഷ്യ കുത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത്. എപ്പീഷ്യല്ല, ബിഗോണിയ, സോറി. അപ്പോൾ കണ്ടില്ലേ, ഇത് പെട്ടെന്ന് പിടിക്കുന്നതാണ്, പക്ഷേ സ്ലോ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് ഇതത്ര പെട്ടെന്നാവില്ല. എൻ്റെ അടുത്ത് ഒരു 8 ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ വേനലിൽ വെയിലിൻ്റെ കടുപ്പം കൊണ്ട് പോയി. അപ്പോൾ കണ്ടില്ലേ, ഓരോന്നിലും 4-5 തൈകളുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് വരുന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ വെച്ച് കണ്ട, ഇതിലൊക്കെ 4 തൈ 5 തൈയൊക്കെ ഉണ്ട് ഓരോന്ന്. ഇത് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. ഇത് നല്ല ഭംഗി തന്നെയാണ് കാണാൻ. ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ, ഇതിലൊക്കെ 3 ലീഫായി കുത്തിയാണ്. ഇതിലൊരു ലീഫ് കുത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പിന്നെ വെച്ചതാണ്. അന്ന് കുത്തിപ്പിടിപ്പിച്ച എന്താ ഉണ്ടായിരുന്നത്. എന്താ, അതിലൊക്കെ എത്ര തൈയാണ് വന്നിരിക്കുന്നത് നോക്കി. അപ്പോൾ ഇതിലൊരൊക്കെ നമ്മൾ ഒരു ചെടി കിട്ടിയാൽ ഇതിലൊക്കെ ഞാൻ ചെറിയൊരു ലീഫൊക്കെ കേടാകുമ്പോൾ എടുത്ത് കുത്തുന്നതാണ്. അതിലൊരു ഇതിൽ കുത്തിച്ചിട്ടുണ്ട്. ഇതിന് അങ്ങനത്തെ വലിയ വർമ്മൊന്നുള്ള ചെടിയല്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയുണ്ട്. ഇത് കുറച്ച് മുമ്പ് കുത്തിയതാണ്. അത് നല്ല വലുപ്പമായിരിക്കുന്ന തൈകൾ ഇനി മാറ്റി നടണം. അപ്പോൾ കണ്ടല്ലേ, എന്ത് ഭംഗിയാണെന്നറിയോ, വൃത്തിയായിട്ട് കിട്ടുമ്പോൾ. ഇതിൻ്റെ മദർ പ്ലാന്റ് പോയിട്ട് പിന്നെ അങ്ങനെ ചെറുതായിട്ട് വരുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അത് കുറച്ച് ഭാഗം പോയിരിക്കും. അതിന് ഞാൻ കുറച്ചൊക്കെ സെയിലും ചെയ്തിട്ടുണ്ട്. ഇതാണ് വേറൊരു മദർ പ്ലാന്റ്. ഇതിനൊക്കെ ഒരുപാട് ഇലകൾ പൊട്ടിച്ച് ഞാൻ വെച്ചെടുത്താണ്. പക്ഷെ അതിന് തൈകൾ ഞാൻ പറിച്ച് മാറ്റിയിട്ടില്ല. ഇതിലും ഇഷ്ടംപോലെ തൈകളുണ്ടായിട്ടുണ്ട്. ഞാൻ കുറേ സെയിൽ ചെയ്തിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഈ പുഴുക്കളെ ശല്യം കൊണ്ട് ഇതൊക്കെ അതിൻ്റെ തൈകളാണ്. കുറേയൊക്കെ ഹോള് വീണിട്ടുണ്ട്. എന്തോരു ഭംഗിയാണ്, ലീഫിൻ്റെ ഭംഗിയാണ് ഇതിന് പ്രധാനം. എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. അത് ഇത്രയൊക്കെ ഉള്ളൂ.